ഹായ് എവരിവൺ, ഞാൻ സി എ അഖില നാരായണൻ. നിങ്ങൾ സി എ ഫൗണ്ടേഷൻ പ്ലസ് ഇൻ്റർമീഡിയറ്റ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, നിങ്ങളൊരു ലോങ് ടൈം പ്ലാനാണ് ഇപ്പോൾ തന്നെ ചെയ്യുന്നത് അല്ലേ. യൂഷ്വലി കുട്ടികൾ ചിന്തിക്കുക സി എ ഫൗണ്ടേഷൻ ആദ്യം എഴുതി നോക്കാം, പാസ്സാകുമെങ്കിൽ നമുക്ക് സി എ ഇൻ്റർമീഡിയറ്റിനെ കുറിച്ച് ചിന്തിക്കാമെന്ന്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു ചാൻസ് എടുക്കുന്നില്ല, മീൻസ് നിങ്ങൾക്ക് ഒരു ചാൻസ് അല്ല അവിടെ, നിങ്ങൾ സി എ ആവണം എന്നുള്ള കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ സി എ ഫൗണ്ടേഷൻ പ്ലസ് ഇൻ്റർ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും നമ്മളിവിടെ നോക്കുക. ബെനിഫിറ്റ് നമ്പർ 1, ഒബ്വിയസ്ലി അതെന്താ, ഫീസ് തന്നെയായിരിക്കും. സി എ ഫൗണ്ടേഷൻ കോഴ്സും സി എ ഇൻ്റർമീഡിയറ്റ് കോഴ്സും നിങ്ങൾ രണ്ടായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന ഫീസിൽ നിന്ന് ഒരു അട്രാക്റ്റീവ് ഡിസ്കൗണ്ട് കുറച്ചിട്ടായിരിക്കും നിങ്ങൾ വൺ ടൈം ഫീസ് അടയ്ക്കുന്നുണ്ടാവുക. അത് മാത്രമല്ല, സി എ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഫീസിനെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈമും അല്ലേ. ടൈം എന്ന് പറയുന്ന ഒരു റിസോഴ്സിനെ ഏറ്റവും എഫക്റ്റീവ്ലി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു കോഴ്സാണ് സി എ എന്ന് പറയുന്നത്. സോ സി എ ഫൗണ്ടേഷനിൽ നിങ്ങൾ 4 പേപ്പർ ആയിരിക്കും എഴുതുന്നുണ്ടാവുക അല്ലേ. പേപ്പർ 1 അക്കൗണ്ടിങ്, പേപ്പർ 2 ബിസിനസ് ലോ ആൻഡ് പേപ്പർ 3 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതായത് മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ 3 പേപ്പറിൻ്റെ കൺസൾട്ടേഷൻ ആയിരിക്കും. ദെൻ പേപ്പർ 4 ബിസിനസ് എക്കണോമിക്സ്. ഈ ഒരു 4 പേപ്പറിൻ്റെ എക്സാം എഴുതി നിങ്ങൾ പാസ്സായതിനു ശേഷം യൂഷ്വലി നിങ്ങൾ ചെയ്യുക എന്താ, ഒരു 1.5 മന്തോളം നിങ്ങൾക്ക് റിസൾട്ടിനെ അവൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പീരീഡ് ഉണ്ട് അല്ലേ. അപ്പം നോർമലി ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഇൻ്ററിനെ കുറിച്ച് ചിന്തിക്കുന്ന കുട്ടികൾ ഈ ഒരു സമയം അധികം പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാറില്ല. ബട്ട് നിങ്ങൾ സി എ ഫൗണ്ടേഷൻ പ്ലസ് ഇൻ്റർ കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് സി എ ഇൻ്റർമീഡിയറ്റിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പേപ്പറുകൾ, അതായത് നിങ്ങൾക്ക് സി എ ഇൻ്റർമീഡിയറ്റിൽ മൊത്തം 6 പേപ്പറാണുള്ളത്. അതായത് 1ാമത്തെ പേപ്പർ അക്കൗണ്ടിങ്, 2 ലോ, 3ാമത്തെ പേപ്പർ എന്ന് പറയുന്നത് 2 പേപ്പറിൻ്റെ കൺസൾട്ടേഷൻ ആണ്. അതായത് ടാക്സേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഡയറക്റ്റ് ടാക്സും GSTയും ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ഗ്രൂപ്പ് 1. ഇനി ഗ്രൂപ്പ് 2ലേക്ക് വരുമ്പോഴത്തേക്ക് യു ഹാവ് പേപ്പർ 4 കോസ്റ്റിംഗ് ഉണ്ട്, പേപ്പർ 5 ഓഡിറ്റിംഗ് ഉണ്ട്, പേപ്പർ 6 മറ്റേതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് പേപ്പറാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും. സോ ഇത്രയും 6 പേപ്പറുകൾ, അതിൽ 8 സബ്ജക്റ്റുകളാണ് നിങ്ങൾ സി എ ഇൻ്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഈ 8 പേപ്പറിനെയും കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഈ പേപ്പറിൻ്റെ കണ്ടന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വക ഇൻഫർമേഷൻസിലേക്ക് ഒരു ഏർലി എക്സ്പോഷർ നിങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടുന്ന സംഭവമായിരിക്കും ഈ ഒരു കോഴ്സിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത്. സോ ഒരു ഏർലി എക്സ്പോഷർ അതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇങ്ങനെ ചൂസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നുണ്ടാവുക. സോ ഈ ഒരു ഫൗണ്ടേഷൻ പ്ലസ് ഇൻ്റർ എന്നൊരു ഡിസിഷൻ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ മണിയും ഒരുപോലെ സേവ് ചെയ്യുന്നൊരു ഡിസിഷൻ ആയിരിക്കും. എല്ലാവരെയും എത്രയും പെട്ടെന്ന് തന്നെ സി എ എന്ന് പറയുന്ന ഇനിഷ്യൽസ് നിങ്ങളുടെ പേരിനോടൊപ്പം ആഡ് ചെയ്ത് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.